ആശിച്ചു മോഹിച്ചൊരു തണ്ണിമത്തം വാങ്ങിച്ചപ്പോൾ അതിന്റെ അവസ്ഥ ഇങ്ങനെയായി. എന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാൻ കേട്ടോ. അതേ കുഞ്ഞപ്പനും അച്ഛനും കൂടി ഇന്ന് ഉച്ചക്ക് മുടി വെട്ടാൻ പോയിട്ടുണ്ടേ. എല്ലാവരും ഈ ചൊവ്വാഴ്ച ആയിരിക്കും മുടി വെട്ടാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറെ കമന്റ് വന്നു, കുഞ്ഞപ്പന്റെ മുടി ആരാ വെട്ടിയത്, ഇതെന്താ ഇങ്ങനെ പറ്റിയെന്ന്. അച്ഛനും മോനും കൂടി വെട്ടി അത് കുളവായതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കടയിൽ പോയി വെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കുഞ്ഞപ്പന്റെ തല കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. തലയിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? അവന്റെ കുറെ നാളത്തെ ആഗ്രഹം സാധിച്ചു. വരുന്ന വഴിക്ക് കുഞ്ഞപ്പൻ ഒരു തണ്ണിമത്തനും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. വീട്ടിൽ എത്തി അത് മുറിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. വീഡിയോയിൽ കാണുന്ന അത്ര പോലും കളറില്ല, കട്ടപ്പച്ച. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ചേട്ടൻ്റെ തിരിച്ചു കൊടുത്തു വിട്ടു കേട്ടോ. അവിടെ ചെന്ന് ഞാൻ ഓർത്ത് ഇനി അവർ തിരിച്ചെടുക്കോ ഇല്ലേ, എടുത്താലും എടുത്തില്ലെങ്കിലും പൈസ പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത് ചീത്തയായിരുന്നെന്ന് അവരോടൊന്ന് അറിയിക്കണമല്ലോ നമ്മൾ. അത് ചെന്ന് പറയാൻ ചെന്നപ്പോൾ അവർ നമ്മളെ ഞെട്ടിച്ചു കേട്ടോ. അവർ സോറിയൊക്കെ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാൽ അവരാണ് ഞെട്ടിയത്. അവർ തിരിച്ചൊരു അടിപൊളി തണ്ണിമത്തം മുറിച്ച് നോക്കി ചേട്ടൻ അവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്തു വിട്ടു കേട്ടോ. അതാണെങ്കിൽ എൻ്റെ പൊന്നെ ഇതുവരെ വാങ്ങിച്ചില്ല ഏറ്റവും അടിപൊളി തണ്ണിമത്തം കേട്ടോ. അപ്പോൾ കടക്കാർ നല്ല കടക്കാരും ഉണ്ട്. അങ്ങനത്തെ ഞങ്ങൾ അതിരുന്ന് മുറിച്ച് തിന്നാണേ. കുഞ്ഞപ്പനാണെങ്കിൽ തണ്ണിമത്തം തീരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ ചൂട് കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ കുഞ്ഞപ്പന്റെ തലയിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ഇതുപോലെയൊക്കെ തണ്ണിമത്തം എന്തെങ്കിലും ഫ്രൂട്ട്സോ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. അപ്പൊ അത്രയുള്ളൂ. ബൈ, സീ യു. ആശിച്ചു മോഹിച്ചൊരു തണ്ണിമത്തം വാങ്ങിച്ചപ്പോൾ അതിന്റെ അവസ്ഥ ഇങ്ങനെയായി. എന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാൻ കേട്ടോ. അതേ കുഞ്ഞപ്പനും അച്ഛനും കൂടി ഇന്ന് ഉച്ചക്ക് മുടി വെട്ടാൻ പോയിട്ടുണ്ടേ. എല്ലാവരും ഈ ചൊവ്വാഴ്ച ആയിരിക്കും മുടി വെട്ടാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറെ കമന്റ് വന്നു, കുഞ്ഞപ്പന്റെ മുടി ആരാ വെട്ടിയത്, ഇതെന്താ ഇങ്ങനെ പറ്റിയെന്ന്. അച്ഛനും മോനും കൂടി വെട്ടി അത് കുളവായതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കടയിൽ പോയി വെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കുഞ്ഞപ്പന്റെ തല കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. തലയിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? അവന്റെ കുറെ നാളത്തെ ആഗ്രഹം സാധിച്ചു. വരുന്ന വഴിക്ക് കുഞ്ഞപ്പൻ ഒരു തണ്ണിമത്തനും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. വീട്ടിൽ എത്തി അത് മുറിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. വീഡിയോയിൽ കാണുന്ന അത്ര പോലും കളറില്ല, കട്ടപ്പച്ച. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ചേട്ടൻ്റെ തിരിച്ചു കൊടുത്തു വിട്ടു കേട്ടോ. അവിടെ ചെന്ന് ഞാൻ ഓർത്ത് ഇനി അവർ തിരിച്ചെടുക്കോ ഇല്ലേ, എടുത്താലും എടുത്തില്ലെങ്കിലും പൈസ പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത് ചീത്തയായിരുന്നെന്ന് അവരോടൊന്ന് അറിയിക്കണമല്ലോ നമ്മൾ. അത് ചെന്ന് പറയാൻ ചെന്നപ്പോൾ അവർ നമ്മളെ ഞെട്ടിച്ചു കേട്ടോ. അവർ സോറിയൊക്കെ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാൽ അവരാണ് ഞെട്ടിയത്. അവർ തിരിച്ചൊരു അടിപൊളി തണ്ണിമത്തം മുറിച്ച് നോക്കി ചേട്ടൻ അവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്തു വിട്ടു കേട്ടോ. അതാണെങ്കിൽ എൻ്റെ പൊന്നെ ഇതുവരെ വാങ്ങിച്ചില്ല ഏറ്റവും അടിപൊളി തണ്ണിമത്തം കേട്ടോ. അപ്പോൾ കടക്കാർ നല്ല കടക്കാരും ഉണ്ട്. അങ്ങനത്തെ ഞങ്ങൾ അതിരുന്ന് മുറിച്ച് തിന്നാണേ. കുഞ്ഞപ്പനാണെങ്കിൽ തണ്ണിമത്തം തീരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ ചൂട് കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പന്റെ തലയിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ഇതുപോലെയൊക്കെ തണ്ണിമത്തം എന്തെങ്കിലും ഫ്രൂട്ട്സോ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ബൈ, സീ യു.